ഹായ് മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്വദേശാഭിമാനി അക്ഷരമുറ്റം, CH പ്രതിഭ ക്വിസ്, അറിവുത്സവം, സ്വദേശ് മെഗാ ക്വിസ് തുടങ്ങിയ ക്വിസ് വീഡിയോസിനൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള ക്വിസിന് 10% കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ വിദ്യാമിത്ര സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്, 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്, അവർക്കും ഇത് ഉപകാരപ്പെടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആര്? ബാനു മുഷ്താഖ്. ലാമ്പ് എന്ന രചനക്കാണ് ബാനു മുഷ്താഖിന് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. കന്നഡയിൽ എഴുതിയ കഥാസമാഹാരമാണ് ഹെർട്ട് ലാമ്പ്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ബസ്തിയാണ്. 50,000 പൗണ്ടാണ് ഇതിൻ്റെ സമ്മാനത്തുക. ബാനു മുഷ്താഖിനും ദീപ ബസ്തിക്കും ഇവർക്ക് 2 പേർക്കുമാണ് ഈ സമ്മാനത്തുക വീതിച്ചു നൽകുന്നത്. 2025 മെയ്യിൽ സുഡാനിൻ്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആര്? കമിൽ ഐഡ്രിസ്. നമുക്കറിയാം, സുഡാനിൽ ആഭ്യന്തര കലാപം നടന്നു വരികയായിരുന്നു. ആഭ്യന്തര കലാപം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി നിയമിതനാവുന്നത്. സുഡാനിലെ ആഭ്യന്തര കലാപ സമയത്ത് അവിടെയുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ കാവേരി. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതെല്ലാം? ആൻസർ ചിറയിൻകീഴ്, വടകര. പദ്ധതിയുടെ പേര് അമൃത് ഭാരത് പദ്ധതി. ഇത് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളെ നവീകരിക്കുന്നതിനുള്ള പദ്ധതിയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങൾ സംഘടിപ്പിക്കുന്ന ഹരിത നഗരം ക്യാമ്പയിൻ്റെ പേരെന്ത്? ആൻസർ വിമൻ ഫോർ ട്രീസ്. ഇത് കേരളത്തിലെ നഗരപ്രദേശങ്ങൾ ഹരിതവൽക്കരിക്കുന്നതിനും ശുചീകരിക്കുന്നതിനുമുള്ള ക്യാമ്പയിനാണ്. ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റുകൾ നൽകുന്നതിനായി തെലുങ്കാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആൻസർ ഇന്ദിര സൗരഗിരി ജലവികാസം. ഏത് സംസ്ഥാനമാണ്? തെലുങ്കാന. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. തെലുങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 2025 മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരമാര്? ആൻസർ നജീമുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കേരള ടീം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ആ ടീമിലെ അംഗമായിരുന്നു അദ്ദേഹം. മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്ര കുറിപ്പിൻ്റെ പേരെന്ത്? ആൻസർ മുഖരാഗം. ഇത് എഴുതുന്നത് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ഭാനു പ്രകാശാണ്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. നമുക്ക് GK ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും 4ാം ക്ലാസ്സിൻ്റെ ഫുൾ സബ്ജക്റ്റും LSS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്